ഹായ് കൂട്ടുകാരെ, പ്ലാവില ബ്ലോഗിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? ഇവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര മഴയാണ്. പതിവ് പോലെ എൻ്റെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഞാൻ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് കഞ്ഞിക്ക് വെള്ളം അടുപ്പേ വെച്ചു. ഇനി അരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വീട്ടുപടിക്കൽ കൂടെ മീൻ കൊണ്ടുപോയിരുന്നു. ഞാൻ കുറച്ച് മീൻ വാങ്ങി. ഇത് മഞ്ഞക്കിളിയും അയല കുഞ്ഞുമാണ് കിട്ടിയിരിക്കുന്നത്. മീനൊന്നും നമ്മുടെ പടിക്കൽ കൂടെ അങ്ങനെ പോകുന്നില്ല മീൻ. അപ്പം പോയപ്പോഴേ ഇത്തിരി ദിവസം കൊണ്ട് മീൻ അമ്മ കൂട്ടുന്നൊന്നും ഇല്ലല്ലോ. അമ്മയ്ക്ക് കൂട്ടാൻ കൊള്ളാവുന്ന മീനായിരിക്കുമല്ലോ എന്നും വെച്ച് പോയി വാങ്ങിയതാണ്. മഞ്ഞക്കിളിയെന്നും പറഞ്ഞ് തന്നു. എന്താ കിളിയെന്ന് ഞാൻ ഇതുവരെ ഈ മീൻ കൂട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ മേടിക്കുകയാണത്. പക്ഷേ അത് തൊലിയൊക്കെ ആണെങ്കിലും ഉരിച്ചെടുക്കാനൊക്കെ ഉള്ള പാടാണ്. അപ്പം ഞാനോർത്ത് ചെതുമ്പിൽ കളഞ്ഞാൽ മതിയായിരിക്കുമല്ലോ എന്ന് അത് ഓർത്തു. അപ്പോഴാണ് ഈ കോരക്കുട്ടനുണ്ടല്ലോ, ഞങ്ങളുടെ ഇവിടെ കോരക്കുട്ടൻ എന്നൊക്കെ പറയും, അതേമാതിരി ഇരിക്കുന്നു. അതിൻ്റെ ടൈപ്പാണോ? അതാണെങ്കിൽ ഒരു രുചിയൊന്നും ഇല്ലാത്ത മീനായിരിക്കും. എന്തായാലും രണ്ടും കൂടെ മിക്സ് ചെയ്ത് കറി വയ്ക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അയലയുണ്ട്, അയല കുഞ്ഞാണ്. അത് തോരനോ വറക്കാനോ കൊള്ളത്തുള്ളൂ. കറിയാണ് എന്തായാലും വെക്കുന്നത്. കാരണം കുറച്ച് കപ്പ ഇരിപ്പുണ്ട്, നമുക്ക് പച്ചക്കപ്പ. അത് വേവിച്ചാൽ ചാറ് വേണ്ടേ, അതിനെ ഞാനങ്ങ് കറി വയ്ക്കുകയാണ്. പക്ഷേ കപ്പയൊന്നും ഇവിടെ വേവിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ വീഡിയോ ഇടാനും തീരുമാനിച്ചതല്ലായിരുന്നു. ഇനിയും എന്ന് വീഡിയോ ഇടുമെന്നോ എപ്പം വീഡിയോ ഇടുമെന്നോ അറിയാൻ പറ്റത്തില്ല. ഒരു ഗ്യാപ്പായി പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം മറ്റൊന്നുകൊണ്ടല്ല, മഴ സമയത്ത് ഇതേമാതിരിയേ ഉള്ളൂ എനിക്ക് കൂടുതലും ഇന്ന് ഈ നമ്മുടെ വീട്ടിലെ ജോലികളും വേലകളും ഒക്കെയുള്ളൂ കാണിക്കാൻ. എന്നും നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്കതൊരു ബോറടിക്കുമെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് തന്നെ ബോറടിക്കുകയാണ്. നിങ്ങൾക്കും അത് ബോറടിക്കുമെന്നറിയാം. എങ്കിലും ഈ യൂട്യൂബിൻ്റെ ഇത് വെച്ച് അവരുടെ അൽഗോരിതം വെച്ച് നോക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 2 വീഡിയോ എങ്കിലും കുറഞ്ഞത് ഇടണമല്ലോ. അതിന് ഗ്യാപ്പ് ഉണ്ടാകല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തട്ടിക്കൂട്ടി ഇടുന്നത്. കൂട്ടുകാർക്കേത് ഇഷ്ടപ്പെടില്ല എന്നറിയാം. എങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്നും കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് വ്യൂസ് കുറവാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ YTG സ്റ്റുഡിയോയിൽ ചെന്നാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആരോയാണ് കറുത്ത ഇതിൽ താണാണ് ഇരിക്കുന്നത്. കീഴ്പട്ട് കറുപ്പ് നിറത്തിലാണ് ഇരിക്കുന്നത്. മേപ്പൊട്ട് പച്ച നിറത്തിൽ പോകാനുള്ളത്, അല്ലെങ്കിൽ ടിക്ക് മാർക്ക് പച്ച നിറത്തിൽ കാണാനുള്ളതിന് ഇപ്പം കറുപ്പിലാരോ താഴ്ന്നാണ് ഇരിക്കുന്നത്. എനിക്ക് ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. വീഡിയോ കണ്ട് കാണുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുകയുള്ളൂ. പുതിയ ആൾക്കാരൊന്നും വരുന്നൊന്നുമില്ല. പഴയ നമ്മുടെ കൂട്ടുകാർ തന്നെ കാണുന്നുള്ളൂ. അവർക്ക് ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എനിക്കറിയാൻ പാടില്ല. എനിക്ക് അങ്ങനെ കണ്ടൻ്റ് ഒന്നും ഇല്ല താനും ചെയ്യാനും. നമുക്ക് ഈ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ ചെയ്യാനും കാണിക്കാനും. നമ്മൾ യാത്ര പോവുകയോ ട്രാവലിംഗ് ചെയ്യുകയോ പുറത്തുള്ള കാഴ്ചകൾ കാണിക്കാനോ, അതല്ലാതെ നമ്മുടെ കരവിരുതുകളായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനോ, പെയിൻറ്റിങ്ങോ ചിത്രം വരയ്ക്കാനോ തയ്യലോ അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ പുറത്ത് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല കാറ്റുമുണ്ട്, അതോടൊപ്പം നല്ല മഴയുമുണ്ട്. മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനിയും കറി വയ്ക്കാൻ പോകാം. മീൻ കറിക്ക് വേണ്ടിയുള്ള അരപ്പൊക്കെ തയ്യാറാക്കി ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മീൻ വെട്ടിക്കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ ആ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഭയങ്കര മഴയാണ്, പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, അതുപോലെ ഭയങ്കര മഴയാണ്. ചെറിയ അയലയാണ് കിട്ടിയത്. ചെറിയ അയലയും മഞ്ഞക്കിളി എന്ന് പറയും. എനിക്കറിയില്ല ശരിക്കും പേരെന്താണെന്ന്. മഞ്ഞക്കിളിയാണെന്ന് മീൻകാരൻ പറഞ്ഞു. ഒരു കുട്ടൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്നു. കോരക്കുട്ടനുണ്ടല്ലോ, ഇവിടെ ഒരു മീൻ അങ്ങനെ പറയാറുണ്ട്. പല നാട്ടിലും പല പേരല്ലേ പറയുന്നത്, എനിക്കറിയില്ല എന്താണെന്ന്. ചെറിയ അയല ഇതും ആയതുകൊണ്ട് ഞാനൊന്നും മുറിച്ചിട്ടില്ല. മുറിക്കാതെ തന്നെയാണെങ്കിൽ മീൻ ഈ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇപ്പോഴേ അരപ്പൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഈ മീൻ കറിയിലേക്ക് ഇടുകയാണ്. ഇപ്പോഴേ കറിവേപ്പിലയൊന്നും എടുക്കാനൊക്കത്തില്ല, അതുപോലെ ഭയങ്കര മഴയാണ്. ഇനി കറിവേപ്പില എടുത്തുകൊണ്ട് ഇടണം. ബാക്കിയുടെ മീൻ ഞാൻ പറക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വേണ്ട കറിവേപ്പില പറിച്ചോട്ട് വന്ന് കറിവേപ്പിലയാണെങ്കിൽ കൂടുതലും കേടാ. കിളിയെല്ലാം കാന്താരിമുളക് കുറേയേറെ തിന്നിട്ടുണ്ട്. ഇനിയും മഴ തോരുമ്പം കാന്താരിമുളക് പറിക്കണം. കുറച്ച് ഞാൻ അവിടെ നിന്ന് പറിച്ചതാണ്. മഴയാ, ഈ പന്ന കറിവേപ്പിലയായിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ അങ്ങ് കളയാം. നല്ല കറിവേപ്പില മാത്രം എടുക്കാം. മഴയാന്നേലും കറിവേപ്പില ഒന്ന് കഴുകി മീൻകറിക്കകത്തോട്ട് ഇടാം. അതിക്ക് കറിവേപ്പില ഞാൻ കളയാം. ഇപ്പോഴേ ഇനി മാങ്ങ ചെത്തണം. മൂന്ന് മാങ്ങയുണ്ട്. ഇന്നലെയൊക്കെ ചെത്തി തിന്നതാണ്, അതിൻ്റെ ബാക്കി ഇരിക്കുന്നതാണ്. അപ്പോൾ അതോടെ ഒന്ന് ചെത്തിയെടുക്കാം. കറിവേപ്പില കൊണ്ട് മീൻകറിക്ക് ആദ്യം ഇടട്ടെ. പിന്നെ 2-3 മാങ്ങ ഇരുന്നത് ഞാൻ ചെത്തിയെടുത്തു. അപ്പോഴേ നമ്മുടെ വഴിക്കൂടെ പോയ മാങ്ങയാണ് ഞാൻ വാങ്ങിച്ചത്. പച്ചക്കറിക്കാര മാങ്ങയും കൊണ്ടുവന്നിരുന്നു. അപ്പോഴേ 2-3 മാങ്ങ പച്ച പോലിരുന്നു, അത് മാറ്റി വെച്ചു. ബാക്കിയുള്ളതൊക്കെ ചെത്തി കഴിക്കുകയാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ, നല്ല മധുരമുണ്ട്. അതേസമയം ഞാൻ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ മാങ്ങ മേടിച്ചത് നല്ല പുളിയായിരുന്നു. ഇതിന് നല്ല മധുരമുണ്ട് എന്തായാലും. അപ്പോഴേ അതൊക്കെ ചെത്തി കഴിച്ച ശേഷം കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ട്, അതും തോരൻ വയ്ക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് എടുത്ത് ചെറുതായി അരിഞ്ഞ് ഉള്ളി, പച്ചമുളക്, പിന്നെ ഉള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ സവാള ഇട്ടത്, പിന്നെ തേങ്ങായ, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, എണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടെ വഴറ്റി എടുത്ത് തോരൻ വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു സാമ്പാറുമാണ് വെച്ചത്. അപ്പോഴേ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ. അത്ര ആഡംബര ജീവിതമൊന്നുമല്ല എൻ്റേത്. ഇങ്ങനെയൊക്കെയുള്ളൂ, തട്ടിയും മുട്ടിയൊക്കെ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നു. അത്രയേ ഉള്ളൂ എൻ്റെ ജീവിതമൊക്കെ. അപ്പോഴേ ഇതൊക്കെയുള്ളൂ എനിക്ക് കാണിക്കാനും എടുക്കാനും ഒക്കെ. അപ്പോഴേ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ ബൈ. താങ്ക് യു.